മോളുട്ടി കാപ്പി കുടിച്ചില്ലേ? വാ മോളെ, ഗുഡ് മോർണിംഗ്. വാ. അവൻ ഉണർന്നില്ലേ മോളെ? കുളി കഴിഞ്ഞ് പത്രവായനല. എങ്കി നീ ഈ പ്രസാദം അവന് കൊണ്ട് കൊടുക്ക്. എന്താ രാവിലെ തന്നെ അമ്മായിമ്മ മരുമോളും കൂടി ഒരു ഗൂഢാലോചന? നീ ഇങ്ങ അടുത്തേക്ക് നീങ്ങി നിൽക്ക്. ആ നെറ്റി ഒന്ന് കാണിച്ച്. എന്തിനാ പ്രസാദം തൊടിക്കാനാ? ഇതൊക്കെ എന്റെ നെറ്റിക്ക് ചേരുന്നതാണോ എന്റെ അമ്മേ? ഇന്നൊരു ദിവസം അമ്പലത്തിലെ പ്രസാദം നെറ്റിയിൽ തൊട്ടുന്ന് കരുതി എന്ത് ആദർശം ഇല്ലാതാവണമെന്ന് കാണണമല്ലോ. ഓ, സമ്മതിച്ചു. അമ്മ കൊണ്ടുവന്ന പ്രസാദം അമ്മ തന്നെ നെറ്റിയിലിട്ടതാ. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? എല്ലാ ദിവസം പോലൊരു വേറൊരു ദിവസം. എന്നാ എല്ലാ ദിവസത്തെ പോലെ ഒരു ദിവസമല്ല ഇന്ന്. ഇന്ന് നിന്റെ പിറന്നാളാ. ആണോ? ഞാനത് ഓർത്തില്ല. ഗംഗേ, നീ ചെന്ന് ഫയലുകളൊക്കെ ഒന്ന് എടുത്തു വെക്കി. 9 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. ഈ മീറ്റിംഗ് പ്രകടനം ഒക്കെ കഴിഞ്ഞ് വിശ്വാട്ടിന് എന്തെങ്കിലും ഒരു ദിവസം നേരത്തോടെ കിട്ടും. ചുമ്മയാ. ആട്ടെ, കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോ അമ്മയുടെ മോൻ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി ആരുടെ കണ്ണ് തട്ടുമെന്നോർത്ത് പേടിക്കണ്ട. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂത്തവരോട് തറുതല പറയരുതെന്ന്. കാലത്ത് തുടങ്ങി രണ്ടും കൂടെ. നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ അവളോട് വഴക്കുണ്ടാക്കുന്നേ? ഓ, ഏട്ട മന്ത്രിയായി പിന്നെ ഒരു തമാശ പോലും പറയാൻ പറ്റാതെ നിന്ന് കിണങ്ങാണ്ട് 4 ലക്ഷം ചെന്ന് പഠിക്കാൻ നോക്കടി. പോ. നമസ്കാരം. എന്തൊരു മുന്നറിയിപ്പില്ലാതെ? നമ്മൾ തമ്മിൽ കാണാൻ എന്തോന്ന് മുന്നറിയിപ്പ്, എന്തോന്ന് പ്രോട്ടോകോൾ. ഷുവർ, അങ്ങനെ വേണം. ഇരിക്കൂ. ഞാൻ ഏതായാലും തന്നെ വിലപ്പെട്ട സമയം കളയുന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഞാൻ വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. മിസ്റ്റർ ബാലസുബ്രഹ്മണ്യത്തിന്റെ? അതെ. സാറിന് എന്തേ കേസിൽ ഒരു പ്രത്യേക താല്പര്യം? അല്ല, അയാളുടെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. അവൻ്റെ ബാക്ക് ഹിസ്റ്ററി വെച്ച് ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എത്രയത്. തീവ്രവാദികൾ വിലക്കെടുത്ത ഒരു ട്രെയിനി, തുടക്കക്കാരനാ. ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ മുംബൈ ഭീകരാക്രമണ കേസിൽ പിടിക്കപ്പെട്ട അജ്മൽ കസ്ബും ഒരു തുടക്കക്കാരനായിരുന്നു. ഇത് അത്തരമൊരു കേസൊന്നുമല്ല, പെട്ടുപോയതാ. ഇല്ലെങ്കിൽ പിന്നെ നല്ല നടപ്പ് പരിഗണിച്ച് ഇപ്പോൾ തന്നെ പുറത്തുവിടാമെന്ന് റിവ്യൂ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുമോ? നമ്മുടെ കഴിഞ്ഞ ഹോം മിനിസ്റ്ററിൽ ഒപ്പിടാതെ പെട്ടെന്നങ്ങ്. സോറി, ഇത് പറയാൻ നടരാജൻ സാറിനെ ഞാനൊരിക്കലും എൻ്റെ മുൻപിൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ടു അവന്റെ ഡീറ്റെയിൽസ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് തീവ്രവാദ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട്മെന്റ്. കേരളത്തിന്റെ പ്രധാന പട്ടണങ്ങളിൽ ബോംബ് സ്ഫോടനം. ബോംബെയിലും കാശ്മീരിലും ആസാമിലും നടക്കുന്നത് പോലെ ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിലും. അതായിരുന്നു അവന്റെ ടാർഗറ്റ്, അതായിരുന്നു അവൻ അയച്ചവരുടെ ലക്ഷ്യം. നമ്മുടെ പോലീസിന്റെ അന്വേഷണവും കണ്ടെത്തലും ഒക്കെ ആയിരുന്നു അത്. അറിയാവല്ലോ നമ്മുടെ പോലീസിനെ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന പാരമ്പര്യം. അതെങ്ങനെ മാറാനാ? സാർ പ്ലീസ്, നമുക്കിതിവിടെ നിർത്താം. തൽക്കാലം സാറ് പോയി അവന്റെ വക്കീലിനോട് പറഞ്ഞേക്ക്. ആരെയൊക്കെ സ്വാധീനിച്ചും ആർക്കൊക്കെ പണം എറിഞ്ഞിട്ടായാലും എന്തു സ്വാധീനത്തിന്റെ പുറത്ത് എഴുതിണ്ടാക്കിയ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ടിൽ ആഭ്യന്തരമന്ത്രി വിശ്വനാഥൻ ഒപ്പുവെച്ചിട്ട് അവൻ പുറത്തിറങ്ങില്ല. സോ പ്ലീസ്. പുറത്തേക്കുള്ള വഴി എനിക്കറിയാം മിനിസ്റ്റർ വിശ്വനാഥൻ. അതറിയാത്തവർക്ക് ഒരുപാട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ വഴി ഈ നടരാജൻ. വരട്ടെ. ആവശ്യമാകുമ്പോൾ ചോദിക്കാൻ സാർ ഞാൻ ആ വഴി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയസമ്മനം വന്നാലോ? മെഡിക്കൽ സയൻസിൽ പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ്. ഇന്ന് നവംബർ 16. ഔദ്യോഗികമായി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലായിരുന്നു. എങ്കിലും സെക്രട്ടേറിയറ്റിൽ പോയി ഒരു തോന്നലായിരുന്നു. പക്ഷേ അതെത്ര നന്നായി. ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അറിയുമായിരുന്നു ജോസഫ് മാഷ്, അല്ല ജോസഫേട്ടൻ ആശുപത്രിയിലായതും ഡിസ്ചാർജായി തിരിച്ചെത്തിയതും. അച്ഛൻ്റെ ആത്മസുഹൃത്ത്. എൻ്റെ നാവിൽ ഹരിശ്രീ കുറിച്ച ഗുരുനാഥൻ. എന്നിട്ടും ഞാൻ ആ മനുഷ്യനെ ജോസഫേട്ടെന്നാണ് വിളിച്ചത്. അച്ഛൻ വിളിച്ചത് കേട്ടതുകൊണ്ടാവണം. ആദർശങ്ങളെ ചവിട്ടി മെതിച്ച് പിമ്പോട്ട് നടന്നവർ കടന്നുപോയപ്പോൾ ജാലകങ്ങളെല്ലാം കുട്ടിയടച്ച് സൂര്യനെ പോലും കാണാൻ ആഗ്രഹിക്കാതെ തന്നോട് തന്നെ ഗർജിച്ചുകൊണ്ട് ജീവിക്കുന്ന ബന്ധങ്ങളുടെ കെട്ടുപാടില്ലാത്ത ഒറ്റയാൾ സിംഹം. കടന്നു വരാം. ഇരിക്കാൻ നേരമുണ്ടെങ്കിൽ മന്ത്രിക്ക് ഇരിക്കാം. ദാഹമുണ്ടെങ്കിൽ പച്ചവെള്ളം ഇരിപ്പുണ്ട്, കുടിക്കാം. വേണ്ട. പിന്നെ ധർമ്മസംരക്ഷണാർത്ഥം പാഞ്ഞു കിടക്കുന്നതിനിടയിൽ എങ്ങനെ ഓർക്കാൻ സമയം കിട്ടിയിടോ കണ്ടം ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റുകാരനെ? ഇന്നാ ഞാൻ അറിഞ്ഞത് ജോസഫേട്ടന്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ചെറുതായിട്ടൊന്ന് പണിമുടക്കിയതാ. 10-70 കൊല്ലമായിട്ട് ബോണസും അലവൻസും ഒന്നും ഇല്ലാതെ പണിയെടുക്കുന്നതല്ലേ. അടുത്ത ഒന്നുകൂടെ ഉണ്ടായാൽ ഈ കമ്പനി പൂട്ടും.
പിന്നെ പള്ളിപ്പറമ്പിലെ തെമ്മാടിക്കുഴിയിലേക്ക്. ജോസ്പേട്ട, ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ നമുക്ക് കാണണം. വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എന്തിന്? ഇനിയും മരിച്ചു കിട്ടാനോ? ആഹാ, മന്ത്രി വന്നത് ഈ ഒറ്റ വണ്ടിയിലാണോ? പോലീസും പട്ടാളമൊന്നും ഇല്ലേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. ഓ, ആദർശം. ആർക്ക് വേണോടോ അത്? അതില് വെള്ളം ചേർക്കാത്ത, അത് വിറ്റ പണം പോക്കറ്റിലില്ലാത്ത ഒരുത്തരുണ്ടെങ്കിൽ പറ. അനുഭവിക്കണവിടോ. വരുന്ന സൗഭാഗ്യങ്ങളൊക്കെ എണ്ണി എണ്ണി ആസ്വദിക്കണം. കൂടെ നിന്നവനെയും കൂട്ടു നിന്നവനെയും ഒക്കെ മറക്കണം. പറ്റിയ പിന്നെ ഇന്ന് കുത്തണം. അങ്ങനെ ചെയ്യാത്തവനൊക്കെ കുത്തുകൊണ്ട് വീണിട്ടേ ഉള്ളൂ. അവരെ ഒരു പട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് ചരിത്രം. അതിന് ജീവൻ കൊടുത്തവരൊക്കെ വെറുതെയാ. വീട്ടുകളുടെ ഗിന്നസ് ബുക്കില അവർക്ക് സ്ഥാനം. ജോസഫേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട. ഓട്ടടോ. തിളയ്ക്കുന്ന പ്രായത്തിൽ ഞാനും തൻ്റെ അച്ഛനും ഒന്നും മരണത്തെ പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ പാവപ്പെട്ടവന് കയറി കിടക്കാൻ 10 അടി മണ്ണ് കൊടുത്തിട്ട് മതി ഇവിടെ വികസനമെന്ന് പരസ്യമായി പറഞ്ഞതിന് അവനെ വികസന വിരുദ്ധനാക്കി. പാർട്ടി നയങ്ങളെ തള്ളിപ്പറഞ്ഞവനാക്കി. 10 വയസ്സ് മുതൽ കയ്യിൽ പിടിച്ച കൊടി പിടിച്ചു വാങ്ങി പുറത്തേക്ക് തള്ളിയില്ലേ പാർട്ടി? ആദർശത്തിന്റെ അമരം കാക്കുന്നവർ അന്ന് മൗനം പാലിച്ചില്ലേ? കസര, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പോലീസിന്റെ ഇടികൊണ്ടും പട്ടിണി കിടന്നും പ്രസ്ഥാനത്തിന് ചോരയും നീരും കൊടുക്കുമ്പോഴും നിന്റെ അച്ഛന്റെ ചുണ്ടത്തെ പുഞ്ചിരി മാഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ആ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. ആ അച്ഛന്റെ ആദർശങ്ങൾ മരിക്കില്ലെന്നുള്ളതിന്റെ തെളിവാണ് മോന്റെ വിജയം. മറക്കരുത് നീ അത്. ഇല്ല ജോസ്പേട്ട, ഒരിക്കലും അതുണ്ടാവില്ല. എന്റെ ആത്മസഖാവിന്റെ മകനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കണക്കുകളൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ അച്ഛൻ കളം വിട്ടു പോകുമ്പോൾ ആ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. തട്ടേക്കാട് കോളനിയിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട നീതി. അതിന്റെ പേരിലാണ് അച്ഛനെ പാർട്ടി പുറത്താക്കിയത്. അത് പരിഹരിക്കണം. അതിന്റെ പേരിൽ മന്ത്രിക്കസര നിനക്ക് നഷ്ടപ്പെട്ടാൽ പോലും ജനങ്ങളുണ്ടാവും നിന്റെ കൂടെ. പൊയ്ക്കോ. വന്ന് കാണാൻ വൈകിയതിൽ അതൊക്കെ ജോസഫേട്ടിന് മനസ്സിലാവും. വന്നില്ലേ ഇപ്പൊ എൻ്റെ അടുത്ത്? ഞാനിവിടെ ഉണ്ടാവും. ജന്മം തീരെഴുതിയ ഈ ഒറ്റമുറി വാടക ബംഗ്ലാവിൽ. എന്നാ ഞാൻ പൊയ്ക്കോ മോനെ. ഓ, ഹൈ, അല്ലേത് ആരാ? അഷ്റഫോ? ഇതുവഴി വന്നപ്പോ വിശ്വേട്ടന്റെ വണ്ടി കണ്ടു, അങ്ങനെ കയറിയതാ. വിശ്വേട്ടനാ? ഒരു കീറിയാൻ നന്നല്ലേ? പഴയ പോലെ വിളിച്ചാ മതി. എന്തായാലും നീ വന്നത് നന്നായി. ഒരു കാര്യമുണ്ട്, വാ. ദിലീപേ, വണ്ടി അഷ്റഫിന്റെ വീട്ടിലേക്ക് എടുക്ക്. ആദ്യം നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ഉമ്മാനും ബാപ്പനും ഒന്ന് കാണണം. വാ. പൊയ്ക്കോ. പോലീസ് ചെക്കിങ്ങാ. കൈ കാണിച്ചാ ഒന്നും പറയണ്ട. നിർത്ത്. ചെല്ല്. ഞാൻ പോയിട്ട് വരാം. ഇതിന്റെ ഇൻഷുറൻസ് ഒന്ന് തീരുവല്ലോടോ? ഇന്ന് മിഡ്നൈറ്റ് വരെ ഉണ്ട് സാർ, നാളെ അടയ്ക്കാം. നാളെ നീ അടയ്ക്കുമെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ചോദിച്ചാ വല്ല 100-100 കൊടുത്തിട്ട് പോവാൻ നോക്കണം. കൈക്കൂലിയാണോ സാറേ? കളിയാക്കുന്നോടാ പന്ന. ഇന്ന് മിഡ്നൈറ്റ് വരെ ഈ വണ്ടി റോഡിൽ ഓടാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ കാശ് തരുന്നത്? പോലീസിനോട് തർക്കുത്തരം പറയുന്നോടാ. ആ വരുന്നതേ നമ്മുടെ രാജൻ കോൺട്രാക്ടറുടെ വണ്ടി. അതങ്ങ് കടത്തി വിട്ടേക്ക്. സാർ, എടാ നായിന്റെ മോനെ, ഇറങ്ങി വാടാ വെളിയിലോട്ട്. വേണ്ട, ഇത്തരം നെറുകെട്ട കൈ കൊണ്ട് വെക്കരുത് വിശ്വനാഥന് സെലോട്ട്. സാർ അത് പിന്നെ കാക്കിയിട്ടോണ്ട് നടു റോട്ടിൽ പിച്ചെടുത്തും പോരാഞ്ഞിട്ട് ഇത്തരം സ്പിരിറ്റ് മാഫിയകൾക്ക് എസ്കോർട്ടും കൊടുക്കല്ലേ? സാർ ഞാൻ നീയൊക്കെയാ ഈ വെച്ചിരിക്കുന്ന തൊപ്പിക്ക് മുകളിൽ ജനങ്ങളെ കൊണ്ട് നാറിയ പോലീസിനെ ലാബിലൊട്ടിച്ചത്. സാർ മേലിൽ ആവർത്തിപ്പിക്കില്ല ഞാൻ. അതിന് ഈ അലങ്കാര വസ്തു ഞാൻ ഇങ്ങോട്ട് എടുക്കാം. എസ് ഐ രാധാകൃഷ്ണൻ
കുറച്ചു നാള് വീട്ടിൽ നിന്ന് പെമ്പർനോത്തിന്റെ കാര്യം നോക്ക്. കൈ വെച്ച് തടയാനേ പറഞ്ഞിട്ടുള്ളൂ, പിച്ചി എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഈ വണ്ടി എവിടേക്ക് എടുക്കണ്ടെന്ന് അറിയാലോ? അറിയാം സാർ. എന്നാ ആയിക്കോട്ടെ. യെസ് സാർ. അഷ്റഫേ, ഇതാ വരുന്നു.